السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله وسلم على نبينا وحبيبنا محمد وعلى آله وأصحابه أجمعين. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മതം പഠിക്കാനാണ് ഈ ഒരു പകലിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. നല്ല ഒരു നിയ്യത്തോടു കൂടി ആയിരിക്കണം നമ്മളിവിടെ ഇരിക്കേണ്ടത്. എങ്കിലാണ് നമ്മളുടെ ഈ ഒരു ഇരുത്തം നാളെ നമ്മൾക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു കർമ്മമായി മാറുക. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദിയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം, ചെറുതാണെങ്കിലും വളരെ കനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പൊതുനിയമങ്ങൾ, അൽ ഖവാഇദു അൽ ഫിഖ്ഹിയ്യത്തു, കർമ്മശാസ്ത്രപരമായ പൊതുനിയമങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നിയമം, ആദ്യത്തെ ഖാഇദ നമ്മൾ പറഞ്ഞു. ഷെയ്ഖ് അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആ ഒരു പൊതുനിയമം വിശദീകരിച്ചത് അന്നിയ്യത്തു ശർത്തുൻ ലിസാഇരിൽ അമൽ. നിയ്യത്ത് എന്ന് പറയുന്നത് എല്ലാ കർമ്മങ്ങളുടെയും നിബന്ധനയാണ്, എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുള്ളൂ എന്നർത്ഥം. ബിഹസ്വലാഹു, അതുകൊണ്ടാണ് ഒരു കർമ്മം ശരിയാകുന്നതും സ്വാലിഹാകുന്നതും. വൽ ഫസാദു, ഒരു കർമ്മം ഫാസിദായിത്തീരുന്നതും എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായി സ്വീകരിക്കപ്പെടാതെ ബാത്തിലായി തീരുന്നതും ഫാസിദായി തീരുന്നതും ഈ നിയ്യത്ത് കൊണ്ടാണ്. ലിൽ അമൽ, കർമ്മങ്ങൾക്ക് അങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ആ നിയമത്തിൽ നമ്മൾക്ക് 11 കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ അൽഹംദുലില്ലാഹ് സൂചിപ്പിച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിലെ 4ാമത്തെ ഒരു കാര്യം, ഈ നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഈ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 4ാമത്തെ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. വഖ്തുൻ നിയ്യ, നിയ്യത്ത് എപ്പോഴാണ് ഉണ്ടാകേണ്ടത്, അതിൻ്റെ സമയം എപ്പോഴാണ്, അതാണ് നമ്മൾ 4ാമത്തെ ഒരു മസ്അല. എപ്പോഴാണ് നിയ്യത്തിൻ്റെ വഖ്ത്? ഇൻഷാ അല്ലാഹ് അത് സ്ക്രീനിൽ വരും, നിങ്ങളോട് ശ്രദ്ധിച്ചാൽ മതി. വഖ്തുൻ നിയ്യ, നിയ്യത്തിൻ്റെ സമയം എപ്പോഴാണ് നിയ്യത്തിൻ്റെ സമയം? അടിസ്ഥാനപരമായി നിയ്യത്ത് ഇബാദത്തിന്റെ തുടക്കത്തിലാണ് ഉണ്ടാകേണ്ടത്. ഏത് ആരാധനാ കർമ്മത്തിന്റെയും തുടക്കത്തിലാണ് നിയ്യത്ത് ഉണ്ടാകേണ്ടത്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തിന്റെ തുടക്കത്തിലാണ് എന്ത് വേണ്ടത്? നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത് പിന്നെ ഇന്ന നിസ്കാരമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി, പിന്നെ മനസ്സിൽ ഉദ്ദേശിക്കേണ്ടത്, കൂലി പ്രതീക്ഷിക്കേണ്ടതൊക്കെ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് തൊട്ട് മുമ്പ് നമ്മൾ നിയ്യത്ത് വെച്ച് വിചാരിക്കുന്നു, കയറുന്നതിന് തൊട്ട് മുമ്പ്, ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കമല്ല, അതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ കാലയളവ് കൊണ്ട് നമ്മൾ നിയ്യത്ത് വെച്ചാലും പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ ഒന്നും എടുത്തു വന്ന് നിസ്കരിക്കാൻ തന്നെയാണ്, നമ്മൾ പള്ളിയിൽ ഒന്നും എടുത്തു വന്ന് നമ്മുടെ മനസ്സിൽ എന്തുണ്ട്, സുബഹി നിസ്കരിക്കാനാണ്, അതും പ്രശ്നമല്ല. എന്നാൽ കുറേ മുമ്പ്, നമ്മളൊരു 10 കൊല്ലം മുമ്പ് നിയ്യത്താക്കിയും ഇന്നത്തെ ലഹർ എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിയ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ നമുക്ക് അതിൽ 2 വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ പൊതുവുള്ളത്. ഒന്ന് അതിര് കവിഞ്ഞ് പിന്നെ അത് ഭയങ്കരമായി ചൊല്ലി പറഞ്ഞു, ചിലപ്പോൾ ആ ഇബാദത്തിന്റെ വക്കാറിനെ തന്നെ നശിപ്പിച്ചു, അങ്ങനെ നിയ്യത്ത് വെക്കുന്നവരുണ്ട്.
എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം തീരെ ശ്രദ്ധിക്കാതെ എന്താണെന്ന് അറിയാതെ ഒരു യാന്ത്രികമായി പോകുന്ന വിഭാഗവും രണ്ട് കൂട്ടരും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളിത് രണ്ടിലും പെടരുത്. നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഇത് ളുഹറാണ്, ഇത് അസറാണ്, അള്ളാഹു നിർബന്ധമാക്കിയാന്നൊക്കെ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അത് മതി, മനസ്സിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിയത്തിന്റെ മഹല്ല്, അതിന്റെ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ഖൽബാണ്, ഹൃദയത്തിലാണ്. അത് ചൊല്ലി പറയേണ്ടതില്ല എന്ന് നമ്മൾ സ്ഥാപിച്ചു. അപ്പോ നിയത്തിന്റെ സമയം നമുക്ക് സംശയങ്ങൾ ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ്സിന്റെ ആ ഒരു അവസാനത്തിൽ നമുക്ക് പരിഗണിക്കുന്നല്ല നല്ലത് ആയിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളി. ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതാണ് ആ സമയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അതിലിപ്പോൾ ഒഴിവുള്ളത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് സക്കാത്ത്. സക്കാത്ത് നമ്മൾ ഒരു ഇബാദത്താണല്ലോ, ഒരു ആരാധനാ കർമ്മമാണല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സക്കാത്ത് ആകുന്ന ആരാധനാ കർമ്മം നമ്മൾ നമ്മുടെ സമ്പത്തിൽ അതിന്റെ ഒരു നിസാബ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സക്കാത്ത് കൊടുക്കും. നമ്മൾ ഒരാളെ ഏൽപ്പിക്കാന്ന് വിചാരിക്കുക, എൻ്റെ സക്കാത്ത് കൊടുക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പോഴാണ് നിയ്യത്ത് വെച്ചത്. അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ അവിടെ കുറച്ച് കാലയളവ് വന്നല്ലോ, അത് പ്രശ്നമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ കാണാം, യജൂസു തഖ്ദീമുൻ നിയ്യത്തി ഖബല ഇഅ്താഇഹ, നൽകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സക്കാത്തിന്റെ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. അതേപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, നോമ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഫർദ് നോമ്പുകളൊക്കെ രാത്രിയാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. അതായത് നമ്മളെ രാത്രി സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിയ്യത്ത് നാളെ നോമ്പാണ് എന്നുള്ളൊരു മനസ്സിൽ നമുക്ക് ഉദ്ദേശം ഉണ്ടാകണം എന്നാണ് അർത്ഥം. അതിന്ന് നമുക്ക് ഒഴിവുള്ളത്, ഇപ്പൊ ഒരാൾ രാവിലെ എഴുന്നേറ്റ് അയാൾക്ക് അറിയൂല ഇന്ന് വാജിബായ നോമ്പുണ്ട്, റമദാൻ മാസം അറിയാതെ ഒരാൾ എഴുന്നേക്കാം. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇന്ന് വാജിബായ നോമ്പുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യണം? എന്തായാലും രാത്രി വെച്ചിട്ടില്ല, അയാള് മഗ്രിബ് വരെ നോമ്പ് മുറിക്കാതെ പിന്നെ ഇരിക്കണം എന്നാണ്. അപ്പൊ അവിടെ നോമ്പ് അദ്ദേഹത്തിന്റെ ശരിയാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് തെളിവായി ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസ്, മൻ കാന ലം യസും ഫൽയസും വമൻ കാന അക്കല ഫൽയുതിമ്മ സിയാമഹു ഇലൽ ലൈൽ. ആരെങ്കിലും നോമ്പ് നോറ്റിട്ടില്ല എങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം. അതായത് നോമ്പാണെന്ന് അറിഞ്ഞാൽ, ആ ദിവസം നോമ്പാണെന്ന് അറിഞ്ഞാൽ നോമ്പ് നോൽക്കണം. ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടുന്ന് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാനും പാടില്ല. അത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രമാണ്. ഇനി പിന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മുത്തതാബി ആയി തുടരെയുള്ള നോമ്പുകളാണെങ്കിൽ അത് രണ്ടഭിപ്രായം ഉണ്ട്. ഒന്ന് ഇപ്പൊ റമദാൻ മാസം പോലുള്ള നോമ്പുകൾ, അപ്പോൾ ആദ്യത്തെ രാത്രിയിൽ നിയ്യത്ത് വെച്ചാൽ മതി എന്ന് ഒരഭിപ്രായവും ഉണ്ട്. അപ്പൊ അതും ഈ ഒരു കായികയിൽ നിന്ന് പുറത്തു നിൽക്കുന്നതാണ്. പിന്നെ സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാവിലെ ഏത് സമയത്തും നിയ്യത്ത് ഉണ്ടാകാം. അതിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നബിയുടെ ഒരു വീട്ടിൽ ചെന്ന് ഭാര്യയോട് നിങ്ങളടുത്ത് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഹലിന്ദക്കും ഷെയ്. അപ്പോൾ ഭാര്യ പറയാണ് ഫഖുൽനാല, ഞങ്ങളടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫൈനി ഇദൻ സ്വാഇമുൻ, ഞാനൊന്ന് നോമ്പുകാരനാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് രാവിലെ നിയ്യത്ത് വെച്ചാൽ മതിയാവും. രാവിലെ നമ്മൾ ചിലപ്പോൾ രാത്രി ഉദ്ദേശം ഉണ്ടാകില്ല, പകൽ തന്നെ ഉദ്ദേശം ഉണ്ടാവില്ല, വീട്ടിൽ ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാണ്ടപ്പോൾ എന്നത് നോമ്പാണ് എന്ന് സുന്നത്ത് നോമ്പുകളുടെ വിഷയത്തിൽ പറ്റും. അതില് ഇപ്പൊ മുഖയ്യതായ സുന്നത്തുകളുണ്ട്. ഇപ്പൊ നിബന്ധന വെക്കപ്പെട്ട അല്ലെങ്കിൽ ഉപാധി വെക്കപ്പെട്ട ഇപ്പൊ ആശൂറ നോമ്പ്, മുഹറം നോമ്പ്, അതൊക്കെ രാത്രി തന്നെ വെക്കണമെന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്തായാലും രാത്രി നിയ്യത്ത് വെച്ചവനെ പോലെ അല്ല പകല് നിയ്യത്ത് വെക്കുന്നവൻ അർത്ഥം. അപ്പൊ നോമ്പിന്റെ വിഷയത്തിൽ രാത്രിയാണ് ശറഅയിൽ അടിസ്ഥാനപരമായിട്ടുള്ളത്. ഇതാണ് സമയവുമായി ബന്ധപ്പെട്ട് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളിതിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ചൊല്ലി പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ നാട്ടിൽ പിന്നെ പല രൂപത്തിലുള്ള വസ്വാസുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതില്ല. വസ്വാസ് എന്ന് പറഞ്ഞാൽ കൈ കെട്ടി എന്നിട്ട് നിയ്യത്ത് ശരിയായിട്ടില്ല, പിന്നെ കൈ അയച്ചു, പിന്നെയും കൈ കെട്ടി പഠിച്ചോനെ നിയ്യത്ത് ശരിയായിട്ടില്ല, അങ്ങനത്തെ ഒരു വസ്വാസിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന വിഭാഗത്തിൽ ഉറപ്പ് വേണം. എന്നാൽ ഒരു അലംഭാവം, ഒരു ഉദാസീനത നമ്മൾക്ക് ആ വിഷയത്തിൽ പാടില്ല. ഏതർത്ഥത്തിൽ? നമ്മൾ എന്തോ ചെയ്യുന്നു എന്ന് പോലും നമ്മൾക്കറിയാതെ ഒരു പിന്നെ എങ്ങനെയോ ചെയ്തു പോകുന്നു. അതായത് നമുക്ക് എന്താണെന്ന് അറിയില്ല, എല്ലാവരും കൈകെട്ടുന്നു നമ്മളും കൈകെട്ടുന്നു എന്നൊരവസ്ഥയും
ഉണ്ടാകാൻ പാടില്ല എന്നാണ് സൂചിപ്പിച്ചത്. അഞ്ചാമത്തെ കാര്യം, നമ്മൾ നിയ്യത്ത് വെക്കുന്നത് കൊണ്ടുള്ള സമറത്ത്, അതാണ് നമ്മൾ അഞ്ചാമത് പഠിക്കാനുള്ളത്. നമ്മൾ 11 കാര്യങ്ങളിൽ ഈ അഞ്ചാമത് പഠിക്കാനുള്ളത് സമറത്തു നിയ്യത്തി വൽ മഖ്സൂദു മിൻഹാ. ഈ നിയ്യത്ത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾക്ക് അതുകൊണ്ട് കിട്ടുന്ന അതിൻ്റെ ഒരു ഉപകാരം എന്താണ്? അത് നമ്മൾക്കറിയാം. ഒരു വ്യക്തി നിയ്യത്തില്ലാതെ ചെയ്യുന്ന ഒരു വ്യക്തി, നിയ്യത്ത് ചെയ്ത ഒരു വ്യക്തി, ഉദാഹരണത്തിന് ഒരു വ്യക്തി, ഒരാൾ, രണ്ടുപേരും ഹൗദ് മക്കത്തേക്ക് ചെന്നു, ഹൗദിന്റെ അടുത്തേക്ക് ചെന്നു. രണ്ടാൾ ഒരേപോലെ കൈ കഴുകി, മുഖം കഴുകി, അതേപോലെ തന്നെ അങ്ങനെ പിന്നെ കൈ മുട്ടുവരെ കഴുകി, ആ രൂപത്തിൽ തല തടവി, കാല് കഴുകി. ഒരാൾ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളൂ? ഒന്ന് ചൂടല്ലേ, അപ്പൊ മൊത്തത്തിൽ ഒന്ന് തണുപ്പിക്ക എന്ന് ഉദ്ദേശിച്ച് അയാൾ അങ്ങനെ ചെയ്തു വിചാരിക്കുക. രണ്ടാമത്തെ ആൾ വുദു നിയ്യത്ത് വെച്ചു. ഇയാൾക്ക് നിസ്കരിക്കുക, രണ്ടാമത്തെ ആൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ആൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അയാൾ നിയ്യത്ത് വെച്ചിട്ടില്ല. അയാളുടെ മനസ്സിൽ എന്തില്ല? ഇത് വുദു ആണെന്നില്ല. അതുകൊണ്ട് തന്നെ അത് വുദു ശരിയായിട്ടില്ല. ഇയാൾ വുദുവാന്ന് നിയ്യത്ത് വെച്ചിട്ടില്ല. ഇയാൾ വെറുതെ ശരീരം, മുഖമൊക്കെ നനപ്പിക്കണം. പക്ഷെ കേകി വന്നപ്പോ അറിയാതെ എന്തൊക്കെ കേകിക്കണ്, കറക്റ്റ് തെർത്തീബില് കൈ കഴുകി, കൈ പടങ്ങൾ കഴുകി, പിന്നെ മുഖം കഴുകി. അപ്പൊ ആ ഒരു അങ്ങനെ സംഭവിക്കാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിയ്യത്തുള്ള ഒരാളെയും നിയ്യത്തില്ലാത്ത ആളെയും വേർതിരിക്കാൻ പറ്റും നിയ്യത്തോണ്ട്. മറ്റൊന്ന്, ഒരു കർമ്മത്തെ തന്നെ നമുക്ക് ആ കർമ്മത്തെ തന്നെ വേർതിരിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ 2 രൂപത്തിലാണ് ഉണ്ടാവുക. 2 രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടാവുക. ഒന്ന് ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തഖററുബ് ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാകും. മറ്റൊന്ന്, നമ്മൾ പൊതുവെ നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാകും. കുളി, ഉറക്കം, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നടത്തം, ഇരുത്തം, ഇതൊക്കെ ആദത്തുകളാണ്. മറ്റതൊക്കെ ഇബാദത്തുകളാണ്. ഇപ്പൊ 2 കർമ്മങ്ങളാണ് നമുക്ക് ഉണ്ടാവുക, ഇബാദത്തുകളും ആദത്തുകളും. അപ്പോ ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അയാൾ രാവിലെ ഭക്ഷണം കഴിക്കാനും ഒത്തില്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനും ഒത്തില്ല. മഗ്‌രിബിന്റെ സമയമായപ്പോഴാണ് അയാൾക്ക് എന്ത് കിട്ടിയത്? ഭക്ഷണം കഴിക്കാനും കിട്ടിയത്. ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. അപ്പൊ ചില ആളുകൾ അത് നോമ്പാണ് നിയ്യത്താക്കിയിട്ടുണ്ടാവും. ഖദിയക്കൂനു സൗമല്ലില്ല, സുന്നത്തായ നോമ്പായിരിക്കും. ചില ആളുകൾ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ചില ആളുകൾ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? അത് ഭക്ഷണം കിട്ടിയില്ല, അതുകൊണ്ട് കഴിച്ചില്ല, അത്രേ ഉള്ളൂ. അപ്പൊ മറ്റയാൾക്ക് നോമ്പിന്റെ കൂലി കിട്ടും. ഇയാൾ നോമ്പ് എന്നാണ് ഉദ്ദേശിച്ചത്, മറ്റയാളോ നോമ്പ് എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ രൂപമാണെങ്കിൽ, ഒരേ കോലാണ്, ഒരേ രൂപമാണ്. പക്ഷെ നിയ്യത്തുകൊണ്ട് രണ്ടും മാറി. ആ മാറ്റാണ് നമ്മളുടെ ഈ ഒരു നിയ്യത്തുകൊണ്ട് കിട്ടുന്ന ഫലം. ഇനി പിന്നെ ചിലരുടെ ആ ഇബാദത്തുകൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഒരാൾ സുബഹിക്ക് നമ്മളിപ്പോ 2 റക്അത്ത് നിസ്കരിച്ചു. സുബഹിന്റെ മുമ്പ് നമ്മൾ എന്ത് നിസ്കരിച്ചു? 2 റക്അത്ത് നിസ്കരിച്ചു. കോലം കൊണ്ട് രണ്ടും ഒരേപോലെയാണ്. പക്ഷെ ഒന്ന് സുന്നത്താണ്, ഒന്ന് ഫർളായ ഫജ്ർ നിസ്കാരമാണ്. അതെങ്ങനെ മാറിയത്? അത് നമ്മുടെ നിയ്യത്തുകൊണ്ട് മാറിയതാണ്. അപ്പൊ നിയ്യത്ത് കൊണ്ട് ഈ മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, പലർക്കും, ചില ആളുകൾക്ക്, നല്ല ഉണർവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, നല്ല തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ സാധാരണ കർമ്മങ്ങൾ വരെ അള്ളാന്റെ മാർഗത്തിൽ കൂലിട്ടുന്ന കർമ്മങ്ങളാക്കാൻ പറ്റും. അവർ ഉറങ്ങണെന്തിനാ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഉറങ്ങണെന്തിനാ? ഉറങ്ങണത് ശരീരത്തിന് ക്ഷീണം വന്നു, ഇബാദത്ത്, അതേപോലെ തന്നെ അള്ളാന്റെ മാർഗത്തിൽ പരിശ്രമം, ക്ഷീണം വന്നു, ഇനിയൊന്ന് ഉറങ്ങി എന്ത് ചെയ്യണം? ആ ശരീരത്തിന് കുറച്ചുകൂടി ഊർജ്ജം കിട്ടണം, അതിനുവേണ്ടി ഒരു ഇസ്തിറാഹ എടുക്കുക. അങ്ങനെ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ എന്തിട്ടും? അതിന് കൂലിട്ടും. അതേപോലെ തന്നെ അയാൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ നിയ്യത്ത് എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ കുറച്ചും കൂടി ഇബാദത്ത് എടുക്കാനുള്ള ഒരു ഊർജം കിട്ടണം, അള്ളാന്റെ മാർഗത്തിൽ ഒരു നല്ല ആളായി ജീവിക്കാനുള്ള ഒരു ശാരീരികമായ ഒരവസ്ഥ ഉണ്ടാകണം എന്നൊക്കെ നിയ്യത്ത് വെച്ചാണെങ്കിൽ അതിന് കൂലിട്ടും. ഒരാള് കുളിക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വൃത്തിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വൃത്തിയുള്ളവനാകാൻ വേണ്ടി ഞാൻ കുളിക്കണം വെച്ചാൽ അതിന്റെ കൂലി കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അധികവും, അത് ഇമാം നവവിയും ഗസാലിയും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ എല്ലാ സാധാരണ കർമ്മങ്ങളും നമ്മൾക്ക് എന്താക്കാൻ പറ്റും? ഈ ഒരു അർത്ഥത്തിൽ ആരാധനാ കർമ്മത്തിന്റെ അവിടത്തേക്ക് ഉയർത്താൻ പറ്റും, നമ്മുടെ നിയ്യത്തോണ്ട് ഉയർത്താൻ പറ്റും. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്, നമ്മുടെ ഉണർവോടെ. അതാണ് ഇബാദാത്തു അഹ്ലിൽ യഖ്ളത്തി, പിന്നെ ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തു.
അശ്രദ്ധരായ ആളുകളുടെ ആരാധനാ കർമ്മങ്ങൾ പോലും ഒരു സാധാരണ കർമ്മം പോലെ ഇരിക്കും. അവർക്ക് അവർ ചെയ്യുന്ന ഇബാദത്ത് പോലും യാന്ത്രികമായിട്ട് നമ്മൾ നമസ്കാരത്തിലേക്ക് വരുന്നു, അല്ലാഹു വൈദ്യുതി വജ്ജത്ത് വരുന്നു, അങ്ങനെ പോകുന്നു. അത് എല്ലാം അങ്ങനെ തന്നെ ഒരു യാന്ത്രികമായി പോകുന്നു. എന്നാൽ ആദാത്തു അഹ്ലിൽ യഖ്ളത്തി ഇബാദത്ത്, നല്ല ഉണർവുള്ള നല്ല തഖ്വയുള്ള ആളുകളുടെ സാധാരണ കർമ്മങ്ങൾ വരെ എന്തായിരിക്കും? ആരാധനകളായിരിക്കും. കാരണം അവരും അതിന് നിയത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഇതാണ് നിയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സമറത്ത്. പിന്നെ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്താണ് ഞാൻ ഈ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതും നിയത്തോണ്ടേ കിട്ടുള്ളൂ. അത് എവിടുന്ന് കിട്ടുള്ളൂ? നിയത്തോണ്ട് കിട്ടുള്ളൂ. ഞാൻ എന്താണ് ഈ കർമ്മം കൊണ്ട് ഉദ്ദേശിച്ചത്? ഞാൻ നിസ്കാരം കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ സുബഹിക്ക് വന്ന് ഞാൻ നിസ്കരിച്ചുകൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കണ്ടത്? അത് അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നോ, അതോ അള്ളാഹ് അല്ലാത്ത വേറെ ആർക്കെങ്കിലും വേണ്ടിയായിരുന്നോ? ഒരാൾ അള്ളാഹു അല്ലാത്തവരെ നമ്മളെ ഈ ഭാഗത്തിൽ ഉദ്ദേശിച്ചായിരിക്കാം, ഉസ്താദ് കാണാൻ വേണ്ടി നിസ്കരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ദർസിൽ കുട്ടികളുടെ മുമ്പിലുണ്ടല്ലോ, അല്ലെങ്കിൽ വേറൊരാൾ കാണാൻ വേണ്ടി എന്ത് ചെയ്യാണ് നമ്മളിപ്പോ പലർക്കും സംഭവിക്കാവുന്ന ഒരു അപകടമാണെന്ത് റിയാ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം, അവരെ കാണിക്കാൻ വേണ്ടി കേൾപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് വലിയൊരു രോഗമാണ്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഓതിയത് ഖുൽ ഹുവല്ലാഹു അതാണ് എടുത്ത് ബഹുമാനിക്കപ്പെടേണ്ട ഒരാൾ വന്ന് നമ്മളത് ബക്കറാക്കി. അപ്പൊ നമ്മൾ ബക്കറാക്കിയത് ആർക്ക് വേണ്ടിയാ? ഇയാൾക്ക് വേണ്ടിയല്ലേ? അപ്പോ അള്ളാഹ്ക്ക് വേണ്ടി അല്ലല്ലോ. അങ്ങനെ നമ്മൾ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ റിയാ 2 ദറജകളാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. റിയാ ദറജത്താനി. ഒന്ന് മുനാഫിക്കീങ്ങളുടെ റിയാ. അവർക്ക് പിന്നെ ആ കർമ്മം കൊണ്ടൊരു കാര്യമല്ലേ. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു പുറത്ത് ഇസ്ലാം കാണിക്കുന്നുള്ളൂ, ഉള്ളിൽ എന്തില്ല, പക്കാ കപട വിശ്വാസികൾ. അത് കുഫറാണ്. പിന്നെ കുഫർ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ഇസ്ലാം പുറത്ത് കാണിക്കുക, അത് ഷിർക്കുൽ അക്ബറാണ്. അള്ളാഹുവിനോട് ചെയ്യുന്ന വഞ്ചനയും അള്ളാഹിലേക്ക് ചെയ്യുന്ന ഷിർക്കുമാണ്. കാരണം ഒരു കർമ്മം ചെയ്യുന്നത് പൂർണ്ണമായും ആർക്ക് വേണ്ടിയല്ല? അള്ളാഹ്ക്ക് വേണ്ടിയല്ല. കാരണം ഒരു മുസ്ലിങ്ങളല്ല. വേറൊരു റിയാ മുസ്ലിമിൽ നിന്നുണ്ടാകാം. മുസ്ലിമിൽ നിന്ന് എന്തുണ്ടാകാം? ലോകമാന്യത ഉണ്ടാകാം. അതായത് പിന്നെ ചില കർമ്മങ്ങൾ ആർക്ക് വേണ്ടി ചെയ്യാം? നമ്മളിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമൊക്കെ പോലെ ഖുർആൻ ഓതുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഖുർആൻ ഓതുക, അല്ലെങ്കിൽ അയാൾ കണ്ടോട്ടെ, അയാൾ കേട്ടോണ്ട് മനസ്സിൽ നമുക്കുണ്ടാകുന്ന ഒരു ആത്മീയമായ അനുഭൂതിക്ക് വേണ്ടി, ആ ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കർമ്മങ്ങൾ ചെയ്യുക. അതൊക്കെ വലിയ അപകടമാണ്. രണ്ടാണെങ്കിലും നമ്മുടെ കർമ്മത്തെ അത് ബാധിക്കും. രണ്ടാണെങ്കിലും ഒന്ന് പൂർണ്ണമായി നശിപ്പിക്കുകയും അത് ഷിർക്കാവുകയും ചെയ്യും. ഷിർക്കുൻ അക്ബറാണ്. മറ്റേത് ഷിർക്കുൻ ഖഫി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടാണ് പറയുന്നത്, ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്ന ഒരു കാര്യമാണെന്ത്? റിയാ എന്ന് പറയുന്നത്. ദജ്ജാലിന്റെ ഫിത്ന ഭയങ്കരമായ ഫിത്നയാണ്, വല്ലാത്ത പരീക്ഷണമാണ് ദജ്ജാലിനെ കൊണ്ടുള്ള പരീക്ഷണം. അതിനേക്കാൾ ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട ഒരു കാര്യമാണ് റിയാ. ഇത് പറയുമ്പോൾ എനിക്കും പേടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ളതാക്കട്ടെ. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്പം അതാണ് നമ്മൾ ഈ നിയ്യത്ത് വെക്കുന്നത് കൊണ്ടുള്ള ഒരു സമറത്ത് എന്ന് പറയുന്നത്. അപ്പം ചെറിയൊരു കായിക അല്ല ഇത്. ഫിഖ്ഹിന്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും ഇത് ഉൾക്കൊള്ളാനുള്ള കാരണം ഇത് തന്നെയാണ്. ഫിഖിന്റെ എല്ലാ ബാബിലും ഇത് വരുമല്ലോ. നോമ്പെടുക്കുമ്പോഴും വരും, സക്കാത്തിന് വരും, ഹജ്ജിന് വരും, ഉംറക്ക് വരും. ഇനി ബാക്കി എന്ത് കാര്യം ചെയ്യുമ്പോൾ എന്ത് വരും? ഈ പറയപ്പെട്ട അടിസ്ഥാനം വരുമല്ലോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഒരാൾ നിയ്യത്ത് വെക്കുന്നത് ശരിയാകണമെങ്കിൽ, അതാണ് 6ാമത്തെ നമ്മൾ പഠിക്കാനുള്ള കാര്യം. ഒരാൾ നിയ്യത്ത് വെക്കുന്നത് ശരിയാകണമെങ്കിൽ നിബന്ധനകളുണ്ട്. ഒരാൾ നിയ്യത്ത് വെച്ചത് ശരിയാണെങ്കിൽ നിബന്ധനകളുണ്ട്. എല്ലാവരുടെ നിയ്യത്തും സ്വഹിയാണെന്നില്ലല്ലോ. സ്വീകാര്യമായൊരു നിയ്യത്താവണമെങ്കിൽ 1ാമത്തെ നിബന്ധന അയാൾ മുസ്ലിം ആയിരിക്കണം. മുസ്ലിം ആണെങ്കിലേ നിയ്യത്ത് എന്താകുള്ളൂ, അയാളിൽ നിന്ന് സ്വഹിയാവുള്ളൂ. ഇപ്പൊ ഒരു കാഫിറായ ഒരു വ്യക്തി ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾ ഉദ്ദേശിച്ചു, ആ നിയ്യത്ത് തന്നെ സ്വഹിയാവില്ല. കാരണം അയാൾക്ക് അടിസ്ഥാനപരമായി എന്തില്ല? ഇസ്ലാം എന്ന് പറയുന്ന ആ നിബന്ധന അവിടെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ മുസ്ലിമിൽ നിന്നേ നിയ്യത്തുകൾ, ഉദ്ദേശങ്ങൾ സ്വഹീഹായ നിലക്കുണ്ടാവുകയുള്ളൂ. 2ാമത്തത് നിയ്യത്ത് ശരിയാവണമെങ്കിൽ തമ്മീസ് എത്തണം എന്ന് പറയും, വകതിരിവ് എത്തണം. വകതിരിവ് എത്തുക എന്ന് പറഞ്ഞാൽ 2 അഭിപ്രായമാണ് ആ വിഷയത്തിലുള്ളത്. ഒന്ന് 7 വയസ്സാകണം. അതാണ് ഹംബലി സരണിയിലൊക്കെ ഉള്ള ഫുഖഹാക്കൾ പറയല്. 7 വയസ്സായാലും വകതിരിവ് എത്തി. ഏത് അടിസ്ഥാനത്തിൽ? ഒരു ഹദീസ് ഉണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ മുറു അബ്നാഅക്കും ബിസ്സലാത്തി ലിസബ്ഇ സിനീൻ, 7 വയസ്സാകുമ്പോൾ നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറയാറുള്ളത്. 7 വയസ്സായാണ് വകതിരിവ് വെച്ച. എന്നാലും മറ്റൊരു അഭിപ്രായം ഉള്ളത്, നമ്മൾ പറയുന്ന സംസാരം ആ കുട്ടിക്ക് മനസ്സിലാവുകയും
അതിന് തിരിച്ച് നല്ല രൂപത്തിൽ മറുപടി പറയാൻ ആ കുട്ടിക്ക് എപ്പോഴാണോ പ്രായം എത്തുന്നത് അതാണോ അവൻ്റെ തമീസിന്റെ പ്രായം. അതാണ് ഷാഫി സരണിയിലുള്ള ഫുഖാക്കളൊക്കെ പറയാറുള്ളത്. നമ്മൾ പറയുന്നത് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, അതനുസരിച്ച് തിരിച്ചു പറയാൻ അപ്പോൾ അവന് വകതിരിവ് എത്തിയെന്നാണ്. അപ്പം നിയത്ത് സ്വഹിയാവണമെങ്കിൽ മുസ്ലിം ആകണം, വകതിരിവ് എത്തണമെന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് നിയത്ത് വെക്കുന്നതിനെ കുറിച്ച് അറിയണം. നമ്മളിപ്പോൾ ഒരാൾക്ക് നിസ്കാരം എന്താന്ന് തന്നെ അറിയില്ല, ആൾക്ക് നിസ്കാരം നിയത്തൊക്കാൻ കഴിയില്ലല്ലോ, അയാൾക്ക് നിസ്കാരം നിയത്തൊക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എന്താണോ നമ്മുടെ മൻവി, നമ്മുടെ നിയത്ത് വെക്കുന്ന എന്താണോ ആ സാധനം, അതിനെക്കുറിച്ച് അറിവുണ്ടാകണം. അതും നിബന്ധനയാണ്. അറിവില്ലാതെ നമ്മൾ നിയത്ത് കഴിയൂല. പിന്നെ നമ്മുടെ ഇടക്ക് നിയത്തിനെ മുറിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകരുത്. ഒരു കർമ്മത്തിന്റെ ഇടക്ക് നിയത്തിനെ മുറിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ ഒരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ച അയാൾ എന്തായി നോമ്പ് നോറ്റ് ഇടക്ക് വെച്ച് അയാൾ മുർത്തദ്ദായി പോയി എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തേക്ക് നമ്മൾ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ അയാളെ അപ്പൊ ആ കർമ്മം മുറിഞ്ഞു, ആ നിയത്തിനെ മുറിഞ്ഞു. അല്ലെങ്കിൽ നിയത്തിനെ മുറിക്കുന്ന ഒരു കാര്യം അയാൾ മനസ്സുകൊണ്ട് നിയത്തനെ മുറിക്കുകയാണ്. എനിക്കിന്ന് നോമ്പില്ല എന്നയാൾ മനസ്സുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നിയത്ത് മുറിഞ്ഞു, നേരത്തെ വെച്ചാൽ നിയത്ത് മുറിഞ്ഞു. അല്ലെങ്കിൽ അയാള് ഞാൻ എന്തായാലും നോമ്പ് മുറിക്കും നിയത്തൊക്കെയാണ്, ഞാൻ എന്തായാലും മുറിക്കും എന്നയാൾ മനസ്സിലാണ് കരുതി വിചാരിച്ചോളി, അപ്പോഴും ആ നിയത്ത് മുറിഞ്ഞുപോയി. എന്നൊരു സംശയം, ഞാൻ നോമ്പ് മുറിക്കുവോ, അതായത് കഴിയണില്ല, ചിലപ്പോൾ വൈകുന്നേരം പോവെന്ന് അറിയില്ല, തളർന്നു വീയാൻ അയക്കണേ, അപ്പൊ ഇന്ന് സംശയം കൊണ്ട് നിയത്ത് മുറിയില്ല, പക്ഷെ ഉറപ്പിക്കണേ ഞാൻ നോമ്പ് മുറിക്കുന്ന കൽവോണം ഉറപ്പിച്ചാൽ ആ നിയത്ത് മുറിയും. അപ്പോൾ ഈ നിയത്ത് മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ എന്താണോ നിയത്ത് വെക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പിന്നെ വകതിരിവ് എത്തിയിരിക്കണം, പിന്നെ മുസ്ലിം ആയിരിക്കണം. ഇത്രയും നിബന്ധനകളാണ് നമ്മൾ ആ നിയത്തുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ. ഇനി നിയത്ത് കർമ്മത്തിൽ നിബന്ധനയാണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ കർമ്മത്തിലും നിയത്ത് നിബന്ധനയാണ്. ഫി കുല്ലി ഇബാദത്തിൻ വലി കുല്ലി അമലിൻ, എല്ലാ കർമ്മങ്ങൾക്കും നിയത്ത് നിബന്ധനയാണ്. എല്ലാ കർമ്മങ്ങൾക്കും നിയത്ത് നിബന്ധനയാണ് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അന്നിയത്തു ശർത്തുൻ ലിസാഇരിൽ അമൽ ബിഹസ്സലാഹു വൽ ഫസാദു ലിൽ അമൽ എന്നാണ് നമ്മൾ ചൊല്ലിയത്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഇനി ഒഴിച്ചു നിർത്താനുണ്ടോ? ഇതൊരു പൊതുനിയമാണല്ലോ. അപ്പൊ പൊതുനിയമത്തിൽ നിന്ന് ചില കായികകളൊക്കെ പുറത്തു നിർത്താനുണ്ടോ? എന്തെങ്കിലും ഒഴിച്ചു നിർത്താനുണ്ടോ? ഒന്ന് അൽ മൻഹിയാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, അതിന് പ്രത്യേക നിയത്ത് വേണമെന്നില്ല എന്നാണ് പറയുന്നത്. അതിന് കൂലി കിട്ടണമെങ്കിൽ ചിലതിന് നിയത്ത് വേണ്ടിവരും. ഇപ്പൊ ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ, ഇപ്പൊ തുറൂക്കുകൾ എന്നാണ് അതിന് പറയാം, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. നജസ് ഇല്ലാതെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അത് അല്ലാഹു ഒഴിവാക്കാൻ പറഞ്ഞതാണ്. ഇപ്പൊ അയാള് കുളത്തേക്കാണ് ചാടിയപ്പോൾ നജസാണ് പോയി വിചാരിച്ചോളി, അയാൾ നിയത്തൊന്നും വെച്ചിട്ടില്ല, നജസ് കളയാനാണ് ഞാൻ കുളത്തിൽ ചാടുന്നതെന്ന് നിയത്താക്കിയിട്ടൊന്നുമില്ല. അയാൾ കുളത്തിൽ ചാടിയപ്പോൾ എന്തായി? വസ്ത്രത്തിന് ശരീരത്തിന് നജസ് പോയി. അപ്പൊ നജസ് പോയി എന്നാകാൻ എന്ത് വേണമെന്നില്ല? നിയത്ത് വേണമെന്നില്ല. ഒരു മഴ നനഞ്ഞപ്പോ എന്തായി? ശരീരത്തിലെ നജസിന്റെ ഭാഗം നനഞ്ഞു പോയി വിചാരിച്ചോളി. ഒരു മൂത്രത്തുള്ളി ഒരു പാൻറ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, പാൻസിന്റെ ഒരു ഭാഗത്തുണ്ടായി വിചാരിച്ചോളി. മഴയാണ് നനഞ്ഞപ്പോ എന്തായി? അതാണ് പോയി. ഫുള്ള് മഴയാണ് കൊണ്ടപ്പോൾ അതാണ് പോയി വിചാരിച്ചോളി. അയാൾ നിയത്തൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഈ മഴ കൊള്ളുന്നതുകൊണ്ട് നിയത്താക്കുന്നത് എൻ്റെ ശരീരത്തിലെ അല്ലെങ്കിൽ എൻ്റെ വസ്ത്രത്തിലെ നജസ് പോകാനാണ്, നിയത്തൊന്നും വെച്ചിട്ടില്ല. ആ നജസ് പോയി എന്നാകാൻ എന്തിൻ്റെ ആവശ്യമില്ല? നിയത്തിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് വിരാമം കുറിക്കാൻ തോന്നണം. നമ്മൾ ആരും കള്ളുടിക്കണില്ല, ഇല്ലല്ലോ, അൽഹംദുലില്ലാ. അതിന് നമുക്ക് കൂലിട്ടോ? അത് ചോദ്യമാണല്ലോ. അതിന് നമുക്ക് കൂലിട്ടോ? അപ്പൊ നമുക്ക് ഒരാൾ ഒരു മഅസിയത്ത് ഒഴിവാക്കിയാൽ അയാൾ കൂലി കിട്ടണമെങ്കിൽ രണ്ടവസ്ഥയിലാണ് കൂലി കിട്ടുക. ഒന്ന്, അയാളത് ഒഴിവാക്കിയത് അള്ളാഹ്ക്ക് വേണ്ടിയാന്ന് മനസ്സിൽ തോന്നണം. ഞാനത് ഒഴിവാക്കിയത് എന്താണ് ചെയ്യാത്ത ചോദിച്ചാൽ അതിന് അവസരമില്ലാത്തോണ്ട് എന്നാകരുതല്ലോ. അള്ളാഹ് ഹറാമാക്കിയതുകൊണ്ട് ഞാൻ ചെയ്യൂല എന്ന് മനസ്സിലുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടും. ചിലപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോണും മറ്റ് പേഴ്സണൽ ലാപ്ടോപ്പുകളും ഒക്കെ ഉണ്ട്. എന്തേ ഹറാം എന്നതിൽ നോക്കി കാണാത്തു എന്ന് ചോദിച്ചാൽ നെറ്റില്ലാത്തോണ്ട് എന്നാണെങ്കിൽ കൂലി കിട്ടൂല. പിന്നെയോ എന്തുണ്ടെങ്കിലും പരിശ്രമിച്ച് ഞാൻ അള്ളാഹ് ഹറാമാക്കിയതൊന്നും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണൂല എന്നാണെങ്കിൽ ഞാൻ എന്ത് കിട്ടും? മനസ്സിൽ ആ ഒരു ഇസ്തിഹ്ലാർ ഉണ്ടെങ്കിൽ കൂലിട്ടു. പിന്നെയോ
പിന്നെ ഒരാളത് ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, രണ്ടാമത് സന്ദർഭമാണ്, തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി അതാണ് ഒഴിവാക്കി. അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കി. ഒരാൾ പിന്നെ ഒരു ഹറാമ് ചെയ്യാൻ ഉദ്ദേശിച്ചു, ഒരു മോശപ്പെട്ട ചിത്രം അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വീഡിയോ, അതല്ലെങ്കിൽ കള്ളുടിക്കാൻ, അങ്ങനെ അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അങ്ങനത്തെ വൃത്തികേടുകളൊക്കെ ഒരാൾ മനസ്സിലാണ് ഉദ്ദേശിച്ചു. എന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, എൻ്റെ റബ്ബിന് അത് ഇഷ്ടമല്ല, ഞാൻ എൻ്റെ മനസ്സ് അങ്ങനെ എന്നെ പറ്റിക്കുന്നതാണ്, ശൈത്താൻ പറ്റിക്കുന്നതാണ്, ദുനിയാവിൻ്റെ വഞ്ചന ഞാൻ പെട്ടുപോയതാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഒഴിവാക്കിയാൽ ആ നീയത്ത് അതിനെന്തിട്ടു? ആ നീയത്തിനും കൂലി ഇട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രസിദ്ധമായ ഹദീസാണല്ലോ, വൈൻ തറക്കഹ പിന്നെ ഫക്തുബൂഹാ ലഹു ഹസന. അള്ളാഹ് പറയാണ് മലക്കുകളോട്, നിങ്ങൾ ഓന് ഒരു ഹസനത്ത് രേഖപ്പെടുത്തണം, അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയതാണെങ്കിൽ. ഇന്നമാ തറക്കഹ മിൻ ജറായി, ഞാൻ കാരണത്താലാണല്ലോ അവൻ ആ കർമ്മം ഒഴിവാക്കിയത് എന്നുള്ളത്. ഇനി കൂലി കിട്ടാത്ത സന്ദർഭം എപ്പോഴാണ്? അയാളുടെ മനസ്സിലൊന്നുമില്ല, അയാൾ കള്ളുടിക്കാത്തത് എന്താ, കള്ള് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല, മനസ്സിലൊന്നുമില്ലെങ്കിൽ അത് ഒഴിവാക്കിയോണ്ട് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടൂല, ശിക്ഷയും കിട്ടൂല, കൂലിയും കിട്ടൂല, കാരണം നമ്മളെ മനസ്സിലൊന്നുമില്ല. ഇനി ഒരാളൊരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, ഓനത് ഒഴിവാക്കിയത് താല്പര്യമല്ല, കള്ളുടിക്കാൻ തോന്നി, പിന്നെ അത് വേണ്ട, അത് ശരീരത്തിന് കേടാണെന്ന് വെച്ച് മനസ്സിലാക്കിയിട്ട് ആണ് ഒഴിവാക്കി വിചാരിച്ചോളി. അപ്പൊ അയാൾ തെറ്റ് ഒഴിവാക്കണം എന്തായാലും. അള്ളാഹ്ക്ക് വേണ്ടിയൊന്നല്ലാത്തോണ്ട് എന്ത് കിട്ടൂല? കൂലി കിട്ടൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അത് അള്ളാഹു അല്ല സബബ് എന്നുള്ളത് കൊണ്ട് അള്ളാഹ് അയാൾക്ക് ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം, അള്ളാഹുക്ക് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹു ചിലപ്പോൾ അയാൾക്ക് പുറത്തു കൊടുക്കും. ഇനി ഒരാൾ ചിലപ്പോൾ തെറ്റൊഴിവാക്കിയാൽ അയാൾക്ക് കുറ്റം കിട്ടുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട്. തെറ്റൊഴിവാക്കിയാലും കുറ്റം കിട്ടുന്ന രണ്ട് സന്ദർഭങ്ങൾ. അത് ഒന്ന്, അയാളുടെ മനസ്സിൽ തെറ്റ് ചെയ്യാൻ ഉദ്ദേശമല്ല, അത് നമ്മൾ പറഞ്ഞു. മറ്റൊന്ന്, അയാൾ പരമാവധി പരിശ്രമിച്ച് വിചാരിക്കുക. ഒന്നാമത്തെ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പറയാം, ഒരാൾ മനസ്സിൽ ഉദ്ദേശിച്ചു, ഒരാൾ മനസ്സിൽ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അയാളിന് ആവുന്നൊക്കെ ചെയ്തു. മോഷ്ടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി, ആവുന്നൊക്കെയാണ് ചെയ്തു. കോണി വെച്ച് കയറി ഓട് പൊളിക്കാൻ നിൽക്കുമ്പോൾ എവിടുന്ന് ഒരു ലൈറ്റ് ഉണ്ടപ്പോൾ ഇറങ്ങി ഓടി. ഇപ്പൊ ഇയാൾ എന്തിനാ അത് ഒഴിവാക്കിയത്? പരമാവധി ആവുന്നൊക്കെ ചെയ്ത് അവസാനം വെച്ചാണ് ഒഴിവാക്കിയത്. എന്തിനു വേണ്ടി? അത് പഠിച്ചതിന് വേണ്ടി ഒന്നുമല്ല, മറ്റേ ഇത് നീ ചെയ്യേണ്ട അങ്ങനെ ആ രൂപത്തിലൊന്നുമല്ല. ചെയ്യാൻ പൂതിയുണ്ട് ഇപ്പോഴും മനസ്സിൽ, ചെയ്യാൻ എന്തുണ്ട് മനസ്സിൽ ഇപ്പോഴും ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾക്ക് കുറ്റം കിട്ടുന്നുള്ളൊരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ആയത്തിന് ഈ കായിദയുടെ ഫുറൂകളാണ്, അതിൽ ഒന്നോ രണ്ടോ ഞാൻ വേണമെങ്കിൽ പറയാം. ഈ കായിദ പഠിച്ചാൽ അതിൻ്റെ ശാഖാപരമായ കാര്യങ്ങളിൽ ഫിഖ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നല്ല മധുരമുള്ള കായിദയാണെന്ത്? അൽ ഉമൂറു ബി മഖാസിദിഹ, അല്ലെങ്കിൽ ഈ നിയ്യത്തിൻ്റെ കായിദ. അത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇതിൽ പറഞ്ഞത് ഞാൻ പറയാം. ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മസല തന്നെ, 2 റക്അത്ത് നിസ്കരിച്ചു. ഇത് സുന്നത്താണോ ഫർളാണോ നിയ്യത്തോണ്ടാണ് വ്യക്തം. അപ്പോൾ അയാൾക്ക് നമ്മൾ വിധി കൊടുക്കുക, ആ നിയ്യത്തനുസരിച്ചിട്ടാണ് വിധിക്കുക. വേറൊരു ഉദാഹരണം, ഒരാൾ നമ്മളെ കഅബക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി തവാഫ് ചെയ്തു. ഒരാൾ തവാഫിൻ്റെയാണ് നിയ്യത്ത്, വേറൊരാൾ ആളെ തെരഞ്ഞു നോക്കിയതാണ്, ഒരാളെ കാണല്ല. അപ്പോൾ ഒരു 7 വട്ടം കഅബ ആന്റി ക്ലോക്ക് വൈസിലാണ് ചുറ്റി വിചാരിച്ചോളെ. അങ്ങനെയുള്ള ചുറ്റ കഅബയാണ് ചുറ്റി. അപ്പൊ ചുറ്റി സംഭവം 7 വട്ടമായി. പക്ഷെ തവാഫാണോ? തവാഫല്ലല്ലോ. കാരണം ഇയാളെന്താണ്, കൂടെ വന്ന ഉംറ ഗ്രൂപ്പിൽ വന്ന ഒരാളെ കാണാനല്ല. അപ്പൊ ഇയാൾ അന്വേഷിക്കാൻ വേണ്ടി 7 വട്ടം കഅബയാണ് ചുറ്റിയതാണ്. അപ്പൊ ഇയാൾ തവാഫ് ചെയ്ത് നമ്മൾ വിധിക്കുക, തവാഫ് ചെയ്തിട്ടില്ല എന്ന് വിധിക്കുക. ഇയാൾ തവാഫ് ചെയ്തിട്ടില്ല, ഇയാൾ ഞാൻ ആദ്യിക്കുന്ന ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് തവാഫ് ചെയ്യണം. കാരണം നിയ്യത്തോണ്ട് ഒക്കെയാണിത്. പിന്നെ ഒരാൾ വെള്ളം കുടിച്ചു, ഒരു പ്രത്യേകമായ വെള്ളം കുടിച്ചു, ഉറക്കം നീങ്ങാൻ വേണ്ടി കുടിച്ചതാണ്. എന്നിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണം, അപ്പോൾ കൂലി കിട്ടും. ഇനി ആ വെള്ളം കൂടി കൊണ്ട് അവൻ അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടിയാണ് വിചാരിച്ചോളൂ. അതാണ് ധിക്കരിക്കാൻ വേണ്ടിയാണോ വെള്ളം കുടിച്ചതെങ്കിൽ അതുകൊണ്ട് ചിലപ്പോൾ എന്തിട്ടും വെള്ളം കുടിച്ച് ആരോഗ്യത്തോടെ എന്താണ് വേറെ ഒരു മോശപ്പെട്ട പ്രവൃത്തിയിലേക്ക് പോകണം എന്നാണെങ്കിൽ അതിന് ശിക്ഷയും കിട്ടും. ഇനി ഒരാളുടെ ഭാര്യയോട് പറയണം, ഇതൊക്കെ ഇതിന് ഫുറുവ, ഈ കായിദയുടെ ഫുറുവ എന്ന് പറഞ്ഞാൽ അതിന്റെ ശാഖാപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര ഉണ്ട്.
ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരാൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, പിന്നെ നീ എനിക്കെൻ്റെ ഉമ്മനെ പോലെയാണ്, നിനക്കെൻ്റെ, അത് രണ്ടർത്ഥത്തിൽ പറയാം. ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടി പറയാം, അതായത് നിങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ അത്ര ബഹുമാനം എനിക്ക് നിങ്ങളോടുണ്ട് എന്നർത്ഥത്തിൽ ഭാര്യയോട് സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മളെ ലിഹാറിൻ്റെ അർത്ഥത്തിലും സംസാരിക്കാം. അതെന്താണ് ലിഹാർ എന്ന് പറഞ്ഞൊരു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. ഒരാൾ ഭാര്യനോട് പറയും എനിക്ക് എൻ്റെ ഉമ്മനെ പോലെയാണെങ്കിൽ ഉമ്മനെ മുതുകിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എൻ്റെ ഉദ്ദേശം? നീയുമായി ഞാനിനി ഒരിക്കലും ബന്ധപ്പെടൂല, കാരണം ഉമ്മയായിട്ട് ശാരീരിക ബന്ധമല്ലല്ലോ. അങ്ങനെ ഭാര്യയെ പൂർണ്ണമായി ഒഴിവാക്കുന്ന തൊലാഖല്ല, ഇങ്ങനെ ഈ രൂപത്തിൽ പറയുന്ന ലിഹാർ എന്ന് പറയാം. അതിന് പ്രായശ്ചിത്തങ്ങളൊക്കെ ഉണ്ട് ഖുർആനിൽ. സൂറത്തുൽ മുജാദലയിൽ എന്തുണ്ട്, ലിഹാറിന്റെ പ്രായശ്ചിത്തങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രണ്ടർത്ഥത്തിൽ പറയാം. ഇത് ലിഹാറാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഇയാളുടെ നിയത്താണ്, അങ്ങനെ കാളി വിധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ ചിലപ്പോൾ തൊലാഖ് ഉദ്ദേശിക്കാം. എനിക്കെൻ്റെ ഉമ്മനെ പോലെയാണ്, എന്നോട് ഞാൻ ബന്ധപ്പെടൂല, വീട്ടിൽ പോയിക്കോ എന്നൊക്കെ അർത്ഥത്തിലാണ് പറയുകയാണെങ്കിലോ ചിലപ്പോൾ അയാൾ ഉദ്ദേശം എന്തായിരിക്കും? തൊലാഖായിരിക്കും. അപ്പൊ തൊലാഖോ. അപ്പൊ നീയത്ത് കൊണ്ടാണ് ഇതൊക്കെ മാറുക. പിന്നെ ഒരുപാട് ഫുറൂകളുണ്ട്. ബാക്കി അതിൻ്റെ ഫുറൂകളും മറ്റും നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിക്കാനും തഖ്വയുള്ള ആളുകളാകാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മതം പഠിക്കുന്നവർ, അത് ആഴത്തിൽ പഠിക്കുന്നവരിൽ, കർമ്മശാസ്ത്രവും അഖീദയും ഒക്കെ ആഴത്തിൽ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എല്ലാ കർമ്മങ്ങളിലും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച്, അള്ളാഹിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് ചെയ്യാൻ അള്ളാഹ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ അപാകതകളും തെറ്റുകുറ്റങ്ങളും, ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ അപാകതകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് തരട്ടെ. ഹദാ അല്ലാഹു അലം. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിറിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. ബാറകല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.